രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ പകരം തീരുവ താൽക്കാലികമായി മരവിപ്പിച്ച് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 90 ദിവസത്തേക്ക് 10% തീരുവ മാത്രമേ ഈടാക്കൂ എന്ന് ട്രംപ് വ്യക്തമാക്കി. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ് തീരുവ ഇളവ് പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, ചൈനയ്ക്ക് 125% അധിക നികുതി പ്രഖ്യാപിച്ച് ചൈനയുടെ 84% തീരുവയ്ക്ക് തിരിച്ചടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, ആഗോള വിപണിയിലെ തകർച്ചയ്ക്ക് പിന്നാലെ ഇപ്പോൾ ചുങ്കം ഒരു ഇളവ് വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. ഇപ്പോൾ 10% മരവിച്ച അല്ലെങ്കിൽ രണ്ടാം തീയതി പുറപ്പെടുവിച്ച അല്ലെങ്കിൽ അധിക നികുതി അതിപ്പോൾ 10% മരവിപ്പിച്ചു എന്നൊരു വാർത്തയെ നിലവിൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. അതേസമയം തന്നെ ചൈനയ്ക്ക് മാത്രമായി 125% ഇപ്പോൾ അധിക നികുതി അമേരിക്ക പ്രഖ്യാപിച്ചത്. ഇതൊരു അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു വ്യാപാര ബന്ധം അല്ലെങ്കിൽ വ്യാപാര യുദ്ധം അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സൂചനയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. 90 ദിവസത്തേക്കാണ് ഇപ്പോൾ നിലവിലെ 90 രാജ്യങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള നികുതി അല്ലെങ്കിൽ അധിക ചുങ്കം ഇപ്പോൾ 90 ദിവസത്തേക്ക് തിരിച്ചടി തീരുവ ഇപ്പോൾ 10% കുറച്ചിരിക്കുന്നു അമേരിക്ക. ഇത് അതേസമയം തന്നെ ചൈനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് 125% ഇപ്പോൾ അധിക നികുതി അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഇത് 34% നിന്നും അമേരിക്കയിൽ മേൽ 34% നിന്നും ഇപ്പോൾ 84%ത്തിലേക്ക് ചൈന ഒരു അധിക തീരുവ ഉയർത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിന് തിരിച്ചടി നൽകാൻ അമേരിക്ക ഇപ്പോൾ 125% അധിക തീരുവ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ തീരുവ ഏർപ്പെടുത്തിയ പിന്നാലെ വ്യാപകമായി ഇപ്പോൾ ഒരു ഓഹരി വിപണി അല്ലെങ്കിൽ അമേരിക്കയുടെ ഓഹരി ഇപ്പോൾ കുതിച്ചുയർന്നൊരു സാഹചര്യമാണുള്ളത്. അതേസമയം തന്നെ രണ്ട് പ്രധാന സാമ്പത്തിക ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധം ഇത് ആഗോള വ്യാപാര സംഘടന അല്ലെങ്കിൽ വ്യാപാര ശൃംഖലയെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും എന്നതൊരു ചോദ്യചിഹ്നമാണ്. അതേസമയം തന്നെ അമേരിക്ക ഇപ്പോൾ ചൈനയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന അമിത നികുതി അല്ലെങ്കിൽ അധിക ചുങ്കം ഇപ്പോൾ 125% ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ചൈന ഇപ്പോൾ ലോക വ്യാപാര സംഘടനയ്ക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിന് തിരിച്ചടി നൽകാൻ ഇനി ചൈന ഏതെല്ലാം രീതിയിൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ നിലവിൽ ഒരു ചോദ്യചിഹ്നം. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചോളം വിവിധ ഓഹരി വിപണിയെല്ലാം കുത്തനെ ഉയർന്നൊരു സാഹചര്യമായിരുന്നു ഇപ്പോൾ ഈ പ്രഖ്യാപിച്ച ഈ അധിക നികുതി ഇപ്പോൾ മരവിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ ഇപ്പോൾ പ്രധാന ഓഹരിയെല്ലാം കുത്തനെ ഉയർന്ന സാഹചര്യമുള്ളത്. ഡൗൺ ജോൺസ് സൂചിക 8% ഉയർന്നിരിക്കുന്നത്. അത് 3000 പോയിന്റിലേക്ക് എത്തി എന്നൊരു കാര്യം കൂടി ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അമേരിക്കയെ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ നേട്ടമായി കരുതുന്നു. കഴിഞ്ഞ 6 മാസമായി ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഓഹരി വിപണി ഇന്നലെ മരവിപ്പിച്ച അല്ലെങ്കിൽ അധിക നികുതി ഇപ്പോൾ മരവിപ്പിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയൊരു നേട്ടം സാമ്പത്തിക മേഖല അമേരിക്കയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകുന്നത്. അതേസമയം തന്നെ ബിറ്റ്കോയിൻ 5.4% ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ ഓഹരി വിപണികളെല്ലാം ഒരു ഉയർന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ അമേരിക്ക മരവിപ്പിച്ച അധിക നികുതി ഭാഗമായി ഇപ്പോൾ ഓഹരി വിപണി കുത്തനെ ഉയർന്ന സാഹചര്യമാണുള്ളത്. അതേസമയം തന്നെ ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അത് ഇനി ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇതിനെ തിരിച്ചടി നൽകാൻ ചൈന ഏതെല്ലാം രീതി സ്വീകരിക്കുമെന്നതൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും ഈ അമേരിക്ക ചുമത്തിയ ഈ അധിക നികുതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചൈന ലോക വ്യാപാര സംഘടനയ്ക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു ലോകത്തിലെ പ്രധാന രണ്ട് സാമ്പത്തിക ശക്തികളായ അമേരിക്കയും ചൈനയും ഇതുപോലൊരു വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ലോക വ്യാപാര ശൃംഖലയെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുമെന്നതൊരു ചോദ്യചിഹ്നമാണ് ആതിര.